അപ്പോൾ UDF-ലെ പല നേതാക്കളും സുഹൃത്തുക്കളും പറഞ്ഞു അബ്ദുള്ളക്കുട്ടി കാസർഗോഡ് മത്സരിക്കാം, അല്ല കണ്ണൂർ മത്സരിക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട AK ആന്റണിയോട് ഞാൻ പറഞ്ഞത് ഞാൻ മത്സരിക്കാനില്ല, ഞാൻ UDF-ന്റെ ഒരു എളിയ പ്രവർത്തകനായി നിങ്ങൾ കൂടെ വരാം. പ്രിയപ്പെട്ടവരെ, കണ്ണൂരിൽ ഞാൻ മത്സരിക്കാത്തത് കൊണ്ട്, കാസർഗോഡ് മത്സരിക്കാത്തത് കൊണ്ട് UDF പ്രവർത്തകർ വിഷമിക്കണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. കാരണം ET മുഹമ്മദ് ബഷീർ സാഹിബ് ജയിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഒരു ശക്തമായ, അഹമ്മദ് സാഹിബ് വിജയിച്ചാൽ മാത്രമേ ശക്തമായ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റൂ. ഈ മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇവർ ജയിക്കണം. ബഷീർ സാഹിബ് ജയിക്കണം, അഹമ്മദ് സാഹിബ് ജയിക്കണം. ഇത് എന്റെ അഭിപ്രായമല്ല. ഞാൻ ജയിച്ച് MP ആയി ഡൽഹി പോയപ്പോഴാണ് ഹർകിഷൻ സിംഗ് സുർജിത്തും ജ്യോതി ബാസും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, മോനെ സോണിയാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും കരങ്ങൾക്ക് ശക്തി കൂട്ടുക. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് വർഗീയ ഫാസിസ്റ്റുകളെ BJP-യെ മാറ്റി നിർത്താൻ കോൺഗ്രസിനും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഞങ്ങൾ പഠിപ്പിച്ചത് ജ്യോതി ബാസുവാണ്. ജ്യോതി ബാസുവാണ് എന്നെ കോൺഗ്രസ് ആക്കിയത്. കുറ്റിപ്പുറത്തുകാർക്ക് അറിഞ്ഞൂടാ, ഈ കണ്ണൂർ ഈ കുറ്റിപ്പുറത്തുകാർക്ക് മലപ്പുറത്തുകാർക്ക് അറിഞ്ഞൂടാ. ഇപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് മുസ്ലിം ചെറുപ്പക്കാരെ കാശ്മീർ വഴി പാകിസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയല്ലോ. അങ്ങനെ പാകിസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കാര്യമായിട്ട് ആരുമില്ല. പക്ഷേ എന്റെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ചില ചെറുപ്പക്കാർ ആ തീവ്രവാദ ഗ്രൂപ്പിലുണ്ടായി. ആ ചെറുപ്പക്കാർ കൂട്ടത്തിൽ ഫയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കണ്ണൂർ സിറ്റിയിലെ നമ്മുടെ അഹമ്മദ് സാഹിബിന്റെ വീടിനടുത്തുള്ള ഫയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാശ്മീരിലേക്ക്, പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ നമ്മുടെ പട്ടാളത്തിന്റെ മുന്നിൽ ഏറ്റുമുട്ടി മരണപ്പെട്ടു. ആ മരണപ്പെട്ട സന്ദർഭത്തിൽ സഫിയ എന്ന് പറയുന്ന ഉമ്മ സ്വന്തം ഗർഭപാത്രത്തിൽ 10 മാസം വളർത്തി നൊന്തുവെച്ച സഫിയ എന്ന് പറയുന്ന ഉമ്മ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ ഉമ്മ പറഞ്ഞത്, ആ ദേശദ്രോഹിയുടെ, എന്റെ മകനാണെങ്കിലും ആ ദേശദ്രോഹിയുടെ മയ്യത്ത് എനിക്ക് കാണണ്ട. കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട രണ്ടത്താണി, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സഫിയ എന്ന് പറയുന്ന ഉമ്മയെ സൃഷ്ടിച്ചത് മുസ്ലിം ലീഗിന്റെ സ്വാധീനമാണെങ്കിൽ അങ്ങ് കാശ്മീരിൽ ചെന്ന് പാകിസ്ഥാനിലേക്ക് തീവ്രവാദത്തിന് പോകാൻ ശ്രമിച്ച ഫിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സൃഷ്ടിച്ചത് PDP ആണ് എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ കുറ്റക്കാരെന്ന് വിധിക്കരുത്.